അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, എനിക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് എന്താണെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾ വലുതായി +2 ഒക്കെ കഴിഞ്ഞു, നമ്മൾ അവരെ ആരാക്കണമെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക? ഡോക്ടർ, എൻജിനീയർ, കളക്ടർ, സയൻറ്റിസ്റ്റ് അല്ലേ? അപ്പോൾ അതിനുള്ള ശ്രമം നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് നല്ല നല്ല സ്കൂളിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, നന്നായിട്ട് പഠിപ്പിക്കുന്നു, എൻട്രൻസിന് ചേർക്കുന്നു, ഓക്കെ, അങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ ആക്ച്വലി ഇങ്ങനെ മതിയോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ടി വരും, ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് എന്ന് പറയും, IQ എന്ന് പറയും, അത് നിശ്ചയിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ശതമാനം ജനറ്റിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോശങ്ങളിലുള്ള ക്രോമസോമുകളിൽ നിന്നും നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിയുടെ ജീൻസ് ഉണ്ട്. അതാണ് ഒരു പരിധി വരെ അവരുടെ ബുദ്ധിയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പം അങ്ങനെ പറയുമ്പോൾ ആരുടെ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ? എല്ലാവരും പറയും, ഇവൻ അപ്പൻ്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ അമ്മയുടെ ബുദ്ധിയാണെന്ന് മിക്കവാറും ആരും പറയാറില്ല. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ബുദ്ധി നിശ്ചയിക്കുന്ന ജീനുകൾ എന്ന് പറയും, ആ ഒരു ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത് X ക്രോമസോമിലാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധി മിക്കവാറും ആരുടെയാണ്? എനിക്കും ഭയങ്കര പറയാൻ അഭിമാനമുണ്ട്, എൻ്റെ മക്കൾക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ബുദ്ധിയുടെ മേജർ കോൺട്രിബ്യൂഷൻ ഞാനാണെന്ന്. ശരിയാണെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ എന്തുവായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ജനറ്റിക്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളും ബുദ്ധിയില്ലാത്തവരായി തീരും, അങ്ങനെയാണോ എൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. പല പല സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും, സാഹചര്യങ്ങളുടെ ഒരു സ്വാധീനം മൂലം ഒരു പക്ഷേ നമ്മൾക്ക് എഡ്യൂക്കേഷനോ ജോലിയോ ഒന്നും ശരിയാകാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാകും. എന്ന് വെച്ച് അവർക്ക് ബുദ്ധിയില്ലെന്നാണോ? ഒരിക്കലുമല്ല. എനിക്ക് പരിചയമുള്ള ഒരു ഹൗസ് മെയ്ഡുണ്ട്. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, അതായത് സാക്ഷരത ഇല്ല, പക്ഷേ ഷാർപ്പാണ്, ആളുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര ബുദ്ധിമതിയാണ്. അപ്പം നമ്മുടെ പഠനവും നമ്മുടെ IQവും തമ്മിൽ വലിയൊരു ബന്ധമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് സാഹചര്യങ്ങളുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നല്ല. അപ്പം ഇനി ഒരു ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെ വെച്ചിട്ടാണ്? ഞാൻ പറഞ്ഞു ജനറ്റിക്, അതായത് ജന്മനാലേ ഉള്ള ഒരു മക്കൾക്ക് കൊടുക്കുന്ന ഒരു സ്വാധീനമുണ്ടല്ലോ, അത് കൂടാതെ എൻവയോൺമെന്റൽ, ഇവിടെയാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനന്തഭദ്രം മൂവിയിൽ പൃഥ്വിരാജ് പറയുന്ന പോലെ വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വീണ്ടും എനിക്ക് പോകേണ്ടി വരും എന്തിലേക്ക്? പ്രീ കൺസെപ്ഷണൽ, അതായത് പ്രീ പ്രഗ്നൻസി പ്ലാനിങ് ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. എങ്കിൽ പോലും കുഞ്ഞിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങൾ തുടങ്ങുന്നത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ഈവൻ പോസിറ്റീവ് ആകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിൻ്റെ തലച്ചോറും സുഷുമ്നാ നാഡിയും ഒക്കെ വളർന്നു തുടങ്ങിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതില്ലാണ്ടാകും. അത്തരം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഫോളിക് ആസിഡ്, കോളിൻ, അയഡിൻ, തൈറോയ്ഡ് വൈറ്റമിൻസ്, പിന്നെ മൾട്ടി വൈറ്റമിൻസ്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്. ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളുടെ ബാലൻസ് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയൊക്കെ നമുക്ക് ആർജിക്കാമെന്നും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.